അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദി ബിൻ ഹാത്തിം മദീനയിലെത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദിയിനെ ഒരു നേതാവായി കൊണ്ട് തന്നെ പരിഗണിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ട നബിയുടെ സമീപനത്തിൻ്റെ ഒരു വലിയ സൗന്ദര്യമാണത്. ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും എല്ലാവരെയും ഒരേപോലെ അല്ലെങ്കിൽ വളരെ പരുഷമായ ഭാവത്തിൽ നബി സ്വീകരിക്കില്ല. മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗോത്ര നേതാവിന് കൽപ്പിക്കുന്ന സ്ഥാനം അദീന് നൽകി. ആ സമീപനം കണ്ടപ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യ അദീന് വല്ലാത്തൊരു കൗതുകമുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം പറയുന്നത് ഇരിക്കാനുള്ള ഒരു തലയണയുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു സമ്പ്രദായം, കാര്യപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ കസേര ഇട്ട് കൊടുക്കാറില്ല. അതിന് പകരം ഒരു തലയിണയുടെ ഉള്ളിൽ നിറക്കുന്നത് ഇലയായിരിക്കും, കരിയില അല്ലെങ്കിൽ ഉണക്കയില, അതാണ് നിറക്കുക. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അക്കാലത്തില്ലല്ലോ. അപ്പോൾ അതിട്ട് കൊടുത്തു. എന്നിട്ട് അതിന്മേൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അദി, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും ഓടുന്നത്? എന്തിനാണ് അകലുന്നത്? അല്ല, അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുണ്ട്, സർവശക്തനായ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഇലാഹുണ്ട് എന്നെങ്ങാനും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? അല്ല, അള്ളാഹു അക്ബറാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ല, അക്ബർ അല്ല എന്ന ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ എന്ന് ചോദിച്ചു. മാത്രമല്ല, ക്രൈസ്തവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ക്രൈസ്തവരെക്കുറിച്ച് വളരെ മാന്യമായ അഭിപ്രായം ഉള്ളത്, സത്യസന്ധമായ അഭിപ്രായം ഉള്ളത് ഞങ്ങൾക്കാണ്, നിങ്ങൾക്കല്ല. അവർക്ക് തോന്നിയതിനനുസരിച്ച് അവരുടെ മതത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റം വരുത്തുകയാണ്. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ പിന്നെ വന്ന പ്രവാചകനായ എന്നെ അവരംഗീകരിക്കുന്നില്ല. ഇതൊന്നും നിങ്ങൾക്കറിയാത്തതാണോ? അത് പറഞ്ഞപ്പോൾ, ക്രൈസ്തവതയുടെ കാര്യം പറഞ്ഞപ്പോൾ അദി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാൻ ഹനീഫിയത്തിൽപ്പെട്ട ആളാണ്. ഹനീഫിയത്ത് എന്ന് പറയുന്ന ഒരു മതദർശനം അന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നിടത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണുന്ന വിഗ്രഹാരാധന അല്ലെങ്കിൽ നിലവിൽ ഇവിടെ പറയപ്പെടുന്ന മതങ്ങൾ, വിശ്വാസങ്ങളാണ്, ഇതൊന്നും ശരിയല്ല, ശരിയായത് മറ്റെന്തോ ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയം പിന്തുടരുന്ന ഏതാനും ചില ആൾക്കാരാണ്, ചിന്തകന്മാരായിരുന്നു, ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. സത്യത്തിൽ സൂക്ഷ്മമായി പറഞ്ഞാൽ വറഖത്ത് ബിൻ നൗഫലിനെ പോലെ അതേ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു ഹാത്തിം ത്വായി. ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങൾ റക്കൂസി അല്ലേ എന്ന് ചോദിച്ചു. റക്കൂസി എന്നാൽ പലിശ ഇടപാടുകൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ആളല്ലേ. അദീനതൊക്കെ വലിയ അനുഭവമായിരുന്നു. കാരണം ഈ പ്രവാചകൻ പറയുന്നതെല്ലാം സത്യസന്ധമാണ്, ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാണ്, യോജിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു, മനസ്സ് വിടർന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹത്തിൻ്റെ മനസ്സിടപ്പുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോക്കൂ, ഹീറ പട്ടണം താങ്കൾക്കറിയില്ലേ? അവിടെ നിന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പരിശുദ്ധ കഅബ വരെ വരികയും തീർത്ഥാടനം നടത്തുകയും സുരക്ഷിതമായി തിരിച്ച് അവളുടെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അറേബ്യയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അറേബ്യയിലെ എല്ലാ അക്രമങ്ങളുടെയും
വേരറുക്കും. അക്രമകാരികളുടെ കരങ്ങളിൽ കടന്നു പിടിക്കുന്നൊരു സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ അക്രമികളെ നേരിട്ട് കൊണ്ടാവില്ല, മറിച്ച് അക്രമികളെ മാനസികമായ പരിവർത്തനത്തിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും. ഒന്ന്. രണ്ടാമത്തേത്, കിസ്റ, പേർഷ്യൻ രാജാവിലെ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായ കിസ്റായുടെ നിധി കുംഭങ്ങൾ നാം സ്വന്തമാക്കും. അവ ഈ മദീനയിൽ ഒരു നാൾ എത്തിച്ചേരും. സ്വർണവും വെള്ളിയും വാരി വിതറി നൽകിയാലും ആർക്കും എനിക്ക് വേണ്ട എന്നാരും പറഞ്ഞു പോകുന്ന അത്രമാത്രം സാമ്പത്തികമായ വളർച്ച തീർച്ചയായും ഉണ്ടാകും. വരാനിരിക്കുന്ന ഭൗതികമായ പ്രവചനങ്ങളായിരുന്നു അദീ ഇബ്നു ഹാത്തിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം അദീ അങ്ങനത്തെ ഒരാളാണ്. പലിശ കച്ചവടം ചെയ്യുന്ന ആള്, അയാൾ സമ്പത്തിനോട് വല്ലാത്ത ഒരു ആർത്തിയുള്ള ആളായിരിക്കും. അതോടൊപ്പം ഒരു പ്രദേശത്തിൻ്റെ നേതാവായി വിലസിയിരുന്ന ആള് നേതൃസ്ഥാനത്തോട് വല്ലാത്ത ഒരു അഭിനിവേശമുള്ള ആളായിരിക്കും. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അങ്ങനെ സമീപിച്ചു. അവസാനം അദീ ഇബ്നു ഹാത്തിം എല്ലാം ഉൾക്കൊള്ളുകയും മനസ്സുകൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇതതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഹിജ്റ 9 ഈ സംഭവം കഴിഞ്ഞ ഉടനെ, അതായത് നമ്മൾ ഈ കാലത്തിൻ്റെ ഒരു ചിത്രം പറഞ്ഞു. മക്ക വിജയം സാധ്യമായതിലൂടെ അറബികൾ സകുടുംബം ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേ ഇരുന്നു. എല്ലാവരുടെയും മനസ്സിൽ കുടികെട്ടിയിരുന്ന സന്ദേഹങ്ങൾ, സംശയങ്ങൾ അതെല്ലാം വിട്ടകന്നുപോയി. ആഭ്യന്തരമായ വെല്ലുവിളികളെല്ലാം ഏതാണ്ട് അവസാനിച്ചു. പക്ഷേ അതിർത്തിക്കപ്പുറത്തുള്ള വെല്ലുവിളി അപ്പോഴും ഉണ്ടായിരുന്നു. പ്രധാനമായും ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന റോമിൻ്റെ വെല്ലുവിളി. റോമുമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേന ആദ്യം ഏറ്റുമുട്ടിയത് മൂത്തത്തിൽ വെച്ചായിരുന്നു. ആ സംഭവം നമ്മൾ പറഞ്ഞു. അന്ന് വളരെ ഖേദകരമായി ഒരുപാട് നേതാക്കന്മാർ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹുവിനെ പോലെ, ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ പോലെ, അബ്ദുല്ലാ ബിൻ റവാഹ റളിയല്ലാഹുവിനെ പോലെ വലിയ നേതാക്കന്മാർ. പക്ഷേ അവസാന നബിയുടെ കൽപ്പന അനുസരിച്ച് അവർ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നേതാവായി തിരഞ്ഞെടുക്കുകയും തൽക്കാലം യുദ്ധം കൂടുതൽ പരിക്കുകളില്ലാതെ അവസാനിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് റോമിന് വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല, നമുക്കും തന്നെ വിജയിച്ചു എന്നങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു തീരുമാനത്തിലെത്തേണ്ടതുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് റോമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയത്. ആ പടപ്പുറപ്പാടിൻ്റെ ലക്ഷണം ഗൗരവ രൂപം പൂണ്ടതായിരുന്നു. കാരണം മക്ക വിജയം സാധ്യമാവുകയും അറേബ്യ മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും ചെയ്തു എന്നൊരനുഭവം കൂടി വന്നതോടുകൂടെ സീസർ ചക്രവർത്തി പരിസരം മറക്കുന്ന വിധത്തിലുള്ള ഒരു വൈരാഗ്യത്തിലേക്കും വിദ്വേഷത്തിലേക്കും പോയി. ആ സമയത്താണ് അവർ മറ്റൊരു പടപ്പുറപ്പാടിനൊരുങ്ങിയത്. ആ വിവരം മദീനയിലെത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.